അക്കാദമി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്താണ്? IFFK ആണ്. IFFKയെ കുറിച്ച് ഒരു അപവാദവും പറയാനില്ലാതെ വളരെ മനോഹരമായി നാളെ അതിന് തിരശ്ശീല വീഴുകയാണ്. നമ്മളിതാ ഇത്രയും പേര് സംസാരിച്ചില്ലേ, ഒരാൾക്ക് പോലും ഒരു പരാതി IFFKയെ കുറിച്ച് പറയാനില്ല. ദേശീയ ചലച്ചിത്ര മേളയേക്കാൾ ഉയർന്ന രീതിയിൽ തലയെടുപ്പോടുകൂടി IFFK മുന്നോട്ട് പോകുന്നു. നാളെ തിരശ്ശീല വീഴുകയാണ്. ഒന്ന്. രണ്ട്, തട്ടുപൊളിപ്പൻ സിനിമയുടെ വക്താവല്ല രഞ്ജിത്ത്. വളരെ മികച്ച സിനിമയുടെ സംസ്ഥാന ദേശീയ അവാർഡുകൾ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ പിറന്ന ചലച്ചിത്രങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ അതുകൂടി ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഉണ്ണിബാലകൃഷ്ണൻ നോക്കൂ, പൈതൃകം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ സംഘപരിവാറിനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കാത്ത കാലഘട്ടത്തിൽ ജയരാജിൻ്റെ ഈ പൈതൃകം എന്ന് പറയുന്ന സിനിമ ആ നിലയിലുള്ള ഒരു ഐഡിയോളജിയെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നീക്കമായിരുന്നു എന്ന നിലയിൽ പൈതൃകം വിമർശിക്കപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴായിരിക്കാം ഒരുപക്ഷെ രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ആ നിലയിലുള്ള ഒരു സ്വാധീനമൊന്നും സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. സിനിമ ഒരു സോഫ്റ്റ് പവർ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സിനിമയാണ്. ഇന്നിപ്പോൾ ഏറ്റവും പ്രചാരമുള്ള കലാരൂപമാണ് ചലച്ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലൂടെയാണ് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ഇങ്ങനെ ഒരു പുനരുൽപാദനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്താശേഷിയിലൊക്കെ തന്നെയും അക്കാര്യത്തിലൊന്നും ഒരു തർക്കം നമ്മുടെ ഐഡിയോളജിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ചലച്ചിത്രം വരുമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഈ RSSനെയൊക്കെ കൊണ്ടുവന്നിട്ടേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ CPM പോലെയുള്ള സംവിധാനത്തിന് വേണ്ടി ഭയങ്കര ധീര പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്ന ആളാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇദ്ദേഹത്തെ. നിങ്ങൾ സിനിമ നല്ലതാണ്, ആരാ സിനിമ മോശം? ഇദ്ദേഹം ചെയ്ത സിനിമകൾ നല്ലതാണ്. ഇദ്ദേഹം ഒരു കഥാപാത്രങ്ങളുടെ സിനിമകൾ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇദ്ദേഹം സിനിമയ്ക്ക് ചെയ്ത സംഭാവനകളൊക്കെ നല്ലതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ മാടമ്പിത്തരവും സംവിധാനം പറഞ്ഞ IFFKയിലുള്ള എല്ലാവരും സഹിക്കണമെന്ന് ഒരു നിർബന്ധമില്ലാന്നേ. എന്ത് സഹിക്കണം എന്തിനാണ്? നിങ്ങളീ പറയുന്നത് പോലെ അത് നല്ല ആളാണ്, CPM ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിന് ക്ഷണിതാവായിരുന്നു, എന്തുകൊണ്ട് പോയില്ല? പോകണ്ടല്ലായിരുന്നോ? അങ്ങനെയൊന്നും പറയണ്ടേ? അന്തിനും പുള്ളി ന്യായീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും വിളിച്ചാൽ പോകില്ല എന്ന് പറയാണ്. അപ്പോൾ ഇതിന് നമ്മളെന്തോ ഭയങ്കര ഇടതുപക്ഷ സംവിധാനത്തിൻ്റെ ഭാഗ്യത്തെ കോഴിക്കോടത്തെ തലപ്പത്തിരിക്കുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് പറയണ്ട. ഞാൻ പറഞ്ഞത് എന്താണ്, ഈ പറയുന്ന രഞ്ജിത്തിനെ പോലെയുള്ള ആൾക്കാർ സിനിമയ്ക്ക് കൊടുത്ത സംഭാവന നല്ലതാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ ദൂഷ്യമാണ് ഈ ആ സ്വഭാവ ദൂഷ്യം കേരളത്തിലുള്ള സിനിമാ പ്രവർത്തകർ മുന്നേ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ്? അങ്ങനെ അനുഭവിക്കേണ്ട കാര്യമൊന്നും കേരളത്തിലെ സിനിമാ പ്രവർത്തകർക്കില്ല. ശരി, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഒറ്റ കാര്യം, അതായത് നികേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ രഞ്ജിത്തിന്റെ സിനിമകളെ ആസ്വദിക്കുന്ന, അതുപോലെ തന്നെ ഡോക്ടർ ബിജുവിന്റെ സിനിമയും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ഞാൻ ഡോക്ടർ ബിജുവിന്റെ സിനിമകൾ കാണാത്തവർ അത് കാണണം. അല്ലാതെ കാണാതെ രഞ്ജിത്ത് പറയുന്നത് കേട്ട് അതാണ് ശരിയെന്ന് നമ്മൾ ധരിക്കാൻ പോകരുത്. നേരത്തെ പറഞ്ഞതാണ്, അതിനോട് ചേർക്കാനാണ്. അതിനുശേഷമാണല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി, ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ വിവാദം, അതിൽ രഞ്ജിത്ത് ഇടപെട്ടെന്നുള്ള പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയല്ലോ. അതിന്റെ റിപ്പോർട്ട് എവിടെ? അതെന്താ പുറത്തുവിടാത്തത്? സംവിധായകൻ വിനയൻ പരാതി, തെളിവ് അതെല്ലാം അടിസ്ഥാനത്തിൽ കൊടുത്ത പരാതിയാണ്. മാഡം ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ പറയുമ്പോൾ മാത്രമാണ് മാഡം പെട്ടെന്ന് നിർത്താൻ നോക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തി, എന്തായാലും സമയം വൈകിയല്ലോ. അപ്പോൾ ഇത്രയധികം പരാതികൾ ഉയർന്നിട്ടും എന്തിനാണ് രഞ്ജിത്തിനെ ചുമക്കുന്നത്? Meet the editors.